സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനും കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലേക്ക് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. അങ്ങനെ ദലീല ശിംശോനോട്, നിന്റെ മഹാശക്തി ഏതിൽ ആകുന്നു? ഏതിനാൽ നിന്നെ ബന്ധിച്ച് ഒതുക്കാം? എനിക്ക് പറഞ്ഞു തരണം. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ആത്മാവിൽ നിറയപ്പെട്ട നാസീർവദക്കനായിരിക്കുന്ന ശിംശോൻ എന്ന് പറയുന്ന മഹാന്യായാധിപൻ, മഹാപരാക്രമശാലി റീശൻ തന്റെ മേലുള്ള അഭിഷേകത്തെ കുറിച്ച് ഹല്ലേലൂയ തന്നോടൊപ്പം താമസിക്കുന്ന, തന്റെ കൂടെ വസിക്കുന്ന സഹോദരി എന്ന് പറഞ്ഞാൽ ദലീല ചോദിക്കുക, ശിംശോനെ നിന്റെ മഹാശക്തി ഏതിലാകുന്നു? ഹല്ലേലൂയ. ഏതിനാൽ നിന്നെ ബന്ധിച്ചൊതുക്കാം? എനിക്കൊന്ന് പറഞ്ഞു തരണം. ഈ വചനം ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇന്നും ലോകത്തിൽ അഭിഷേകമുള്ള, ദൈവകൃപയുള്ള, ദൈവവിളിയുള്ള, ദൈവനിയോഗമുള്ള ദൈവത്തിന്റെ ദാസന്മാരോട്, ദൈവദാസിമാരോട് പിശാച് ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ മഹാശക്തി ഏതിൽ? ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ മഹാശക്തി ഏതാണെന്ന് സാത്താൻ ഇങ്ങനെ തന്ത്രപൂർവ്വം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നമ്മെ ഏത് വിധത്തിൽ ഒതുക്കാം എന്നുള്ളതാണ് പിശാചിന്റെ പദ്ധതി. ശിംശോനോട് ഇടപെട്ട അതേ സാത്താന്റെ തന്ത്രമാണ് ഈ കാലഘട്ടത്തിലുള്ള ദൈവസഭയോട് ഇടപെടുന്നത്. പിശാചിന് ലോകപരമായ തന്ത്രങ്ങൾ കൊണ്ടും ലോകപരമായ ചിന്തകൾ കൊണ്ടും ഒന്നും അഭിഷേകമുള്ളവനെ തകർക്കാൻ കഴിയില്ലെന്നുള്ളത് പിശാചിനറിയാം. പ്രൈസ്. അതിനുവേണ്ടി പിശാച് എന്ത് ചെയ്തു? അല്ലെങ്കിൽ ജഡികമായ സുഖങ്ങൾ, ജഡികമായ പ്രലോഭനങ്ങൾ, ജഡികമായ മോഹങ്ങൾ, ജഡികമായ ചിന്തകൾ, ജഡികമായ ഇച്ഛകൾ, ആശകളൊക്കെ നമ്മുടെ ഉള്ളിൽ പകർന്നു തന്നിട്ട് അല്ലെങ്കിൽ ദൈവത്താൽ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ അവൻ തകർത്ത് കളയും. ശിംശോനെ തകർത്തതുപോലെ. ഈശ്വരോ, അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസിദാസനെ, നിന്റെ മേലുള്ള അഭിഷേകത്തോടാണ് നിനക്കുള്ള പിശാചിന് വെല്ലുവിളി. ഈശ്വരോ, നിന്റെ മേലുള്ള അഭിഷേകത്തെ ഏത് വിധത്തിലും തകർത്ത് കളയുവാൻ സാത്താൻ പല പദ്ധതികളും ഒരുക്കുമ്പോൾ, ഹല്ലേലൂയ, പിശാചിന്റെ തന്ത്രങ്ങളിൽ നീ കുടുങ്ങിപ്പോയി നിന്റെ മേലുള്ള ദൈവത്തിന്റെ അഭിഷേകത്തെ നീ നഷ്ടപ്പെടുത്തി കളയാതെ, പിശാചിന്റെ മേലുള്ള അഭിഷേകത്തെ ചോർത്തി കളയാതെ നീ വിശ്വസ്തയോടെ ദൈവത്തിന് നിൽക്കണം. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ അനവധി ശിംശോന്മാരെ, അനവധി ദലീലമാര് വീഴ്ത്തിക്കഴിഞ്ഞു ശുശ്രൂഷ മണ്ഡലത്തിൽ. നിങ്ങൾ 2023 കണക്കൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഹല്ലേലൂയ, എത്രയോ ദൈവ ഹൃദ്യന്മാരാണ് ശുശ്രൂഷയിൽ നിന്ന് തകർന്നു പോയത്. എന്നാൽ അവരൊക്കെ ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ മേൽ അഭിഷേകമില്ല എന്നുള്ളതാണ്. കാരണം ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായിരുന്ന ശൗലിന്റെ അനുസരണക്കേട് നിമിത്തം അല്ലെങ്കിൽ തന്റെ മേൽ അഭിഷേകം നഷ്ടപ്പെട്ടു. അഭിഷേകം നഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് 38 വർഷത്തോളം അല്ലെങ്കിൽ ശൗൽ രാജഭരണം ചെയ്തു. അഭിഷേകമില്ല എന്ന് മാത്രം. എന്ന് പറഞ്ഞതുപോലെ അനവധി ദൈവഹൃദ്യന്മാരുടെ അഭിഷേകം നഷ്ടപ്പെട്ടു. അവർ അഭിഷേകമില്ലാതെ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് മാത്രം. ശൗൽ രാജാവിനെ പോലെ ശുശ്രൂഷക്കാരനാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം ഇതാ, നിങ്ങളുടെ മേലുള്ള ദൈവവിളിയെ നഷ്ടപ്പെടുത്തി കളയരുത്. ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും നിങ്ങളെ നശിപ്പിച്ച് കളയരുത്. ഹല്ലേലൂയ. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഉന്നതമായ ബലം, അതിശക്തമായ ബലം പ്രാപിച്ച് കർത്താവിന് വേണ്ടി നിന്നവനാണ് ശിംശോൻ എന്ന് പറയുന്ന വ്യക്തി. ഹല്ലേലൂയ. ശിംശോനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഏറ്റവും കുറഞ്ഞ ഇസ്രായേലിലെ ഹല്ലേലൂയ 13ാമത്തെ മറ്റോ ഹല്ലേലൂയ ന്യായാധിപന. മറ്റുള്ള എല്ലാ ന്യായാധിപന്മാരെയും ദൈവം ഹല്ലേലൂയ പുരുഷപ്രായത്തിലാണ് തെരഞ്ഞെടുത്തത്. എന്നാൽ ശിംശോനെ മാത്രം ദൈവം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുത്തു. ദൈവത്തിന് ശിംശോനെ കുറിച്ച് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു, പ്ലാനിങ് ഉണ്ടായിരുന്നു. അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഒരിക്കൽ ദലീല
ശിംശോന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ശിംശോന്റെ മേലുള്ള അഭിഷേകത്തെ കെടുത്തിക്കളഞ്ഞു. വിളക്കൂതി കെടുത്തുന്നത് പോലെ ആയിരിക്കാം അതിന് സമാനമായ രീതിയിൽ ശിംശോന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു. ഇവിടെ നാം ശിംശോനെ കുറിച്ച് പഠിക്കുമ്പോൾ ശിംശോന്റെ വിവാഹ ജീവിതം ദയനീയമായ പരാജയമായിരുന്നു. ശിംശോന്റെ കുടുംബജീവിതമൊക്കെ ദയനീയമായ പരാജയമായിരുന്നു. ആദ്യമായി വിവാഹം ചെയ്ത ഫെലിസ്ത്യ കന്യക ആമെ ഒരാഴ്ചക്കകം പരപുരുഷന്റെ ഭാര്യയായി തീർന്നു. ഹല്ലേലൂയ. പിന്നീട് ശിംശോൻ ഗസയിലുള്ള ഒരു വേശ്യയുമായി ബന്ധപ്പെട്ടു. അവിടെ വെച്ച് ശത്രുക്കളായ ഫെലിസ്ത്യർ അവനെ പിടിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അവൻ തന്ത്രപൂർവം അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പ്രൈസറോ. മൂന്നാമതായിട്ട് അല്ലെങ്കിൽ ദലീല എന്ന പേരുള്ള മറ്റൊരു വേശ്യയുമായി ഒരുമിച്ച് പാർക്കാൻ അവൻ തീരുമാനിച്ചു. അതിന്റെ അന്ത്യം ഭയാനകമായിരുന്നു. അപ്പം ശിംശോന്റെ ജീവിതത്തിലേക്ക് ആമേൽ കടന്നു വന്ന 3 സ്ത്രീകൾ, അവസാനമായി കടന്നു വന്ന ദലീല, അവളുമായിട്ടുള്ള ഒന്നിച്ചുള്ള വാസം ജീവിതം ശിംശോന്റെ ജീവിതത്തിന്റെ പരാജയമായിരുന്നു. അത് ഭയാനകമായിരുന്നു. എന്തിനാണ് വേദപുസ്തകത്തൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്? ചിലരെങ്കിലും ചോദിക്കും, ഇതൊക്കെയാണോ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയത്? ഇതൊക്കെ എന്തിനാ രേഖപ്പെടുത്തേണ്ടതെന്നാണ് എന്നെ കേൾക്കുന്ന പ്രശ്നം. ഇതൊക്കെയാ രേഖപ്പെടുത്തി നമ്മൾ വായിക്കേണ്ടത്. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയെങ്കിലേ നിന്റെ മേലുള്ള അഭിഷേകത്തെ നിനക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. പുതിയ നിയമസഭയ്ക്ക് ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകം എന്ന് പറയുന്ന ഉയരത്തിൽ നിന്നുള്ള ശക്തിയാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവം തന്നെ സഭയ്ക്ക് പകർന്നിരിക്കുന്ന ആത്മാവിന്റെ ശക്തി, പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന 120 മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആ അഭിഷേകത്താൽ നീ നിറയപ്പെട്ട് നിന്റെ ജീവിതകാലം മുഴുവൻ നീ ശുശ്രൂഷയിൽ പോരാടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ പിശാചിന്റെ പദ്ധതി എന്താ? നിന്റെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ ഏത് വിധത്തിലും തകർത്ത് കളഞ്ഞ് നിന്നെ കേവലം ഒരു സാധാരണ മനുഷ്യനാക്കി മാറ്റുക എന്നുള്ളതാണ് പിശാച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് മോഹങ്ങളും ആഗ്രഹങ്ങളും പ്രലോഭനങ്ങളും തരുന്ന അനവധി കാര്യങ്ങളുമായി ദലീലമാർ നിനക്ക് നേരെ കടന്നു വരും, നിന്നെ വശീകരിക്കും. പ്രൈസലോ. അതുകൊണ്ട് നിന്നെ വശീകരിക്കുന്ന ദലീലമാര് നിന്നെ പ്രലോഭിപ്പിക്കുന്ന പിശാചിന്റെ പദ്ധതികളെ നീ മനസ്സിലാക്കിയിട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിക്കണമെന്നാണ്. പ്രൈസലോ. ഒരു ദൈവവചന ശുശ്രൂഷകൻ, ഒരു ദൈവഭൃത്യൻ എന്ന് പറയുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശുദ്ധിയായിരിക്കണം. രക്താഞ്ചായം. ഹല്ലേലൂയ. വിശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ ആ മനുഷ്യൻ അശുദ്ധനാ. ഹല്ലേലൂയ. അശുദ്ധൻ ചെയ്യുന്നതെല്ലാം അശുദ്ധിയുള്ള പ്രവൃത്തിയായിരിക്കും, വിശുദ്ധൻ ചെയ്യുന്നതെല്ലാം വിശുദ്ധിയുടെ പ്രവൃത്തിയായിരിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, അശുദ്ധന്മാരും വിശുദ്ധന്മാരും കൂടെ നിറയപ്പെട്ട് നിൽക്കുന്നതാണ് ദൈവസഭ എന്ന് പറയുന്നത്. ആമേൻ. ദൈവസഭയ്ക്കകത്ത് അശുദ്ധന്മാരുമുണ്ട്, വിശുദ്ധന്മാരുമുണ്ട്. അത് അവർ സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഇടപെടുമ്പോഴും അവരുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ എല്ലാം നമുക്ക് അശുദ്ധനെയും വിശുദ്ധനെയും തിരിച്ചറിയാം. രക്തചയം. ഹല്ലേലൂയ. ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അനവധി ദൈവദാസിദാസന്മാരുണ്ട്, വിശുദ്ധന്മാരുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പേര് പറഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുവെന്ന് പ്രഹസനം കാണിക്കുന്ന അശുദ്ധന്മാരും ദൈവസഭയ്ക്കകത്തുണ്ട്. ഹല്ലേലൂയ. അതാണ് നാം ഈ തിരിച്ചറിയേണ്ടത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, കുരുമുളക് ഉണങ്ങിയതും ഈ കപ്പങ്ങയുടെ കുരുമുളക് ഒന്നിച്ചിട്ട് ഉണങ്ങിയിട്ട് രണ്ടും കൂടെ വാരി നോക്കിയാൽ രണ്ടും കുരുമുളക് പോലെ ഇരിക്കും. ഹല്ലേലൂയ. പക്ഷെ ചവച്ച് നോക്കിയെങ്കിലേ കുരുമുളക് ഏതാ കപ്പങ്ങയുടെ കുരു ഏതാന്ന് അറിയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് ഇന്ന് അനവധി ആളുകളുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം നീ തിരിച്ചറിയണം. നിനക്ക് വേണ്ടി അഭിഷേകം തരുവൻ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ഈ ഭൂമിയിലേക്ക് വന്നു. ആമേൻ. സ്വർഗീയ മഹിമകളെ അവൻ ഉപേക്ഷിച്ച് താണ ഭൂമിയിൽ വന്ന് മാനകുലത്തിന്റെ മുഴുവൻ പാപങ്ങളും ഏറ്റെടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിന്റെ പാപത്തിന് പരിഹാരമായി യേശു ക്രൂശിൽ മരിച്ചു. നിന്നെ രക്ഷിക്കാൻ വേണ്ടി, നിന്നെ വിടുവിക്കാൻ വേണ്ടി, നിന്നെ ഒരു ശുശ്രൂഷകരാക്കിയെടുക്കാൻ വേണ്ടി, നിന്നെ ഒരു ദൈവത്തിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആമീൻ യേശു നിനക്ക് വേണ്ടി ക്രൂശിൽ അവസാന തുള്ളി രക്തം വരെ തന്നു. തന്റെ അവസാന ജീവന് ക്രൂശിൽ ആമീൻ തീർന്നു. ആമീൻ നമുക്ക് വേണ്ടി ജീവൻ തന്നമ്മെ വീണ്ടെടുത്ത് ദൈവത്തിന്റെ മകനായി മകളാക്കി മാറ്റിയ സ്വർഗീയ അഭിഷേകം നമ്മെ പകർന്നിരിക്കുമ്പോൾ ആ അഭിഷേകത്തിന് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം എത്ര വലുതാണെന്നറിയാമോ? സ്തോത്രം. നമ്മുടെ മേലുള്ള അഭിഷേകത്തിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കിയാൽ ഈ ലോകത്തിന്റെ ജഡിക സുഖങ്ങളിലൊന്നും നമ്മൾ വീടില്ല.
താൽക്കാലികമായ സുഖത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യന്റെ അഭിഷേകം നഷ്ടപ്പെടുന്നത്. താൽക്കാലികമായി കിട്ടുന്ന സുഖങ്ങൾ, താൽക്കാലികമായി കിട്ടുന്ന സന്തോഷങ്ങൾ, ഹല്ലേലൂയ, അതിന് ആയുസ്സില്ലാത്തതാണ്. അത് താൽക്കാലികമാണ്. അത് വന്നും പോയി നിൽക്കുന്നതാണ്. ഹല്ലേലൂയ. അതിലേക്ക് നിന്റെ മനസ്സ് വെക്കരുത്, അതിലേക്ക് നീ പോകരുത്. ഹല്ലേലൂയ. യേശു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന, യേശു നിന്നെ മേൽ പകർന്നിരിക്കുന്ന ആ ശുശ്രൂഷയുണ്ടല്ലോ, ആ ശുശ്രൂഷയുടെ മഹനീയതയെ നീ മനസ്സിലാക്കിക്കൊണ്ട്, അഭിഷേകത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ മരണം വരെ, അഥവാ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരെ വിശ്വസ്തയോടെ വിശുദ്ധനായി ജീവിക്കണം. അപ്പോസ്തലന്മാരുടെ കാലഘട്ടം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാട്ട് അപ്പോസ്തലന്മാരാരും ഒരു ദലീലേക്കും വീണിട്ടില്ല. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ദലീലമാരൊക്കെ അവരെ പിൻപറ്റിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ വേദപുസ്തകത്തിൽ വായിച്ചിട്ടില്ല. നിങ്ങൾ ഇതിൽ വായിച്ചു നോക്കുക. എന്നിരുന്നാൽ ഇന്നത്തെ കാലഘട്ടം പോലെ അന്നും ആയിരിക്കാം. പക്ഷേ ആമേൻ, അപ്പോസ്തലന്മാർ ഒരു ദലീലുടെയും വശീകരണ വാക്കുകൾക്കകത്ത് വീണു പോകാതെ ദൈവം ഏൽപ്പിച്ച അഭിഷേകത്തിന്റെ മാന്യതയെ, അഭിഷേകത്തിന്റെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അപ്പോസ്തലന്മാർ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിച്ചവരാ. ആദിമസഭയൊക്കെ കർത്താവിന് വേണ്ടി ശക്തമായി ഉണർന്ന് പ്രവർത്തിച്ചവരാ. നമുക്ക് മുമ്പിൽ കടന്നുപോയി അനവധി വിശുദ്ധന്മാരുണ്ട്, അനേകം വിശുദ്ധമതികളുണ്ട്. അവരൊക്കെ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിച്ചവരാ. താൽക്കാലികമായ ജീവിത സുഖങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തെ പിശാചിന് അടിയറ വെച്ചില്ല. ഇവിടെ ശിംശോൻ എന്താ, തന്റെ മേലുള്ള അഭിഷേകത്തെ ദലീലിക്ക് പറഞ്ഞു കൊടുക്കുകയാ. ഹല്ലേലൂയ, സ്തോത്രം. അതേ സ്നേഹിത, അതേ ശ്രോതാവ്, ഈ പിശാച് നിന്നെ തകർക്കുവാൻ വേണ്ടിയിട്ട് പല പദ്ധതികളുമായി കടന്നു വരും. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ നമ്മൾ ലേവ്യ പുസ്തകം 19 വായിക്കുന്നുണ്ട്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധനായിരിക്കണമെന്ന് യഹോവയായി ദൈവം വരളി ചെയ്യുന്നുണ്ട്. സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പത്രോസ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണമെന്നാണ്. അപ്പൊ ശുശ്രൂഷകൻ എല്ലാ കാലഘട്ടത്തിലും വിശുദ്ധനായിരിക്കണം. ഒരു വിശ്വാസി എല്ലാ കാലഘട്ടത്തിലും വിശുദ്ധനായിരിക്കണം. വിശുദ്ധ ജീവിതം നയിക്കുന്നവളായിരിക്കണം. ഹല്ലേലൂയ. അശുദ്ധിയുടെ മാർഗം നോക്കി നാം പോകരുത്. അശുദ്ധിക്ക് വേണ്ടി നമ്മുടെ മനസ്സിനെ നമ്മൾ തകർത്തുകളെ നമ്മുടെ മനസ്സ് വെച്ച് കൊടുക്കരുത്. ഹല്ലേലൂയ. നമ്മൾ എന്തിനു വേണ്ടി മനസ്സ് വെച്ച് കൊടുക്കുന്നോ അത് നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടും, രക്തം ചെയ്യും. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ ശിംശോൻ എന്ന വാക്കിന് സൂര്യനെ പോലെയുള്ളവൻ എന്ന, ശിംശോൻ എന്ന വാക്കിന് സൂര്യനെ പോലെയുള്ളവൻ. എന്തുകൊണ്ടാണ് അവനെ അങ്ങനെ പറയാൻ കാരണം? ഒരുപക്ഷെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനെ നാസറിവൃതക്കാരനായി വ്രതശുദ്ധിയുള്ളവനായി വളർത്തിയെടുക്കണമെന്നുള്ള നിയോഗം ഉണ്ടായിരുന്നുകൊണ്ട് അവന്റെ സ്തോത്രം, അവൻ ഈ ഭൂമി ജനിച്ചു വീണ് കഴിഞ്ഞപ്പോൾ അവന്റെ മുഖത്തിലെ ആ ദൈവിക തേജസ്സായിരിക്കും അവനെ ഈ പേര് വിളിക്കാൻ കാരണം. ശിംശോൻ അഥവാ സൂര്യനെ പോലെയുള്ളവെന്ന് വിളിക്കാൻ കാരണം. ഹല്ലേലൂയ. അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ അത്ഭുത ജനനത്തെ കുറിച്ച് ദൈവദൂതൻ അവന്റെ മാതാപിതാക്കന്മാർക്ക് മുൻകൂട്ടി അറിയിച്ചിരുന്നു. അല്ലെങ്കിൽ ദാൻ ഗോത്രത്തിൽ ഉള്ള മനോഹയുടെ പുത്രനായി അവൻ ജനിച്ചു. ശിംശോന്റെ ജനനത്തിന് മുമ്പേ യഹോവയായ ദൈവം തന്റെ മാതാപിതാക്കന്മാർക്ക്, അല്ലെങ്കിൽ ശിംശോന്റെ മാതാപിതാക്കന്മാർക്ക് ശിംശോന്റെ ജനനത്തെ കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കരുതലുകൾ എത്ര വലുതാണ് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വീണ്ടും ജനനം പ്രാപിച്ച് ദൈവസഭയിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ, നിങ്ങളെക്കുറിച്ചും ദൈവത്തിനുള്ള പ്ലാനുകൾ വലുതാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കണം. അപ്പൊ ശിംശോന്റെ തലയിൽ ശൗരക്കത്തി തൊട്ടിട്ടില്ല. അവൻ ഗർഭം മുതൽ ദൈവത്തിന്റെ നാസിയിലായിരിക്കുമെന്ന് നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നുണ്ട്. സ്തോത്രം. അതിനെക്കുറിച്ച് നമ്മൾ വചനം വായിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസിയിലായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇസ്രായേൽ ദൈവത്തോട് അനിഷ്ടമായുള്ളത് ചെയ്തു, പാപം ചെയ്തു. ഹല്ലേലൂയ. അത് മുഖാന്തരം എന്ത് ചെയ്തു? ഇസ്രായേലത്തെ നീണ്ട വർഷങ്ങൾ ഹല്ലേലൂയ ദൈവം ഫിലിസ്ത്യന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഫിലിസ്ത്യന്റെ കയ്യിൽ കിടന്ന് ഞെരുങ്ങുന്ന ഇസ്രായേൽ, ഫിലിസ്ത്യന്റെ കയ്യിൽ നിന്ന് വിടുതലില്ലാതെ ഞെരുങ്ങുന്ന ജനം, ആ ജനത്തിന്റെ നിലവിളി കേട്ട് വീണ്ടും ദൈവം എന്ത് ചെയ്തു?
അല്ലെങ്കിൽ ഒരു ന്യായാധിപനെ കൂടെ ദൈവം കൊടുത്തതായി ശിംശോൻ എന്ന് പറയുന്നത്. അവൻ അമ്മയുടെ ഗർഭം മുതൽ തന്നെ എന്ത് ചെയ്യണം? നാസീരായിരിക്കണമെന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവവചനമൊക്കെ വായിക്കുമ്പോൾ ശിംശോന്റെ ജനത്തെ മറ്റെല്ലാ ന്യായാധിപന്മാരിൽ നിന്നും വ്യത്യസ്തമായ നിലയിലായിരുന്നു ശിംശോന്റെ ജീവിതം ആരംഭിക്കുന്നത്. മറ്റുള്ളവരെ ദൈവം അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് വിളിച്ചാക്കിയത് അവരുടെ പുരുഷപ്രായത്തിലാണ്. പക്ഷെ ശിംശോനെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അവനെ ഇസ്രായേലിന്റെ രക്ഷകനായി നിയമിക്കുന്നുവെന്നാണ് നമ്മൾ ഈ ന്യായാധിപനാളുടെ പുസ്തകം 13:5 വായിച്ചത്. ഹല്ലേലൂയ. ബാലനെ ഗർഭം ധരിക്കുന്ന മുതൽ അവൻ ദൈവത്തിന് വേണ്ടി നാസീരായി പ്രതിഷ്ഠിക്കപ്പെടണം. നാസീർ എന്ന വാക്കിനെ പ്രതിഷ്ഠിക്കപ്പെട്ടവൻ എന്ന അർത്ഥം. നാസീർ എന്ന വാക്കിനെ പ്രതിഷ്ഠിക്കപ്പെട്ടവൻ എന്ന അർത്ഥം. ശിംശോൻ ഒരു ന്യായാധിപനായും ദൈവത്താൽ ഹല്ലേലൂയ സ്തോത്രം അംഗീകരിക്കപ്പെട്ടവനുമായി ജീവിച്ചു എന്നാണ് നമുക്ക് ദൈവത്തിന്റെ വചനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എങ്കിലും അവൻ ഒരിക്കലും ഒരു ന്യായാധിപന്റെ സ്ഥാനത്ത് കാണപ്പെട്ടില്ല. ശിംശോനെ ദൈവം ന്യായാധിപനായിട്ടാണ് നിയമിച്ചെങ്കിലും അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ന്യായാധിപന്റെ സ്ഥാനത്ത് കാണപ്പെട്ടില്ല. അവൻ ഒരിക്കലും ഒരു സൈനാധിപനായി യാതൊരു യുദ്ധവും ചെയ്തിട്ടില്ല. ശിംശോൻ ഒരു ന്യായാധിപനായോ ഒരു സൈനാധിപനായിട്ടോ ഒരു യുദ്ധവും ചെയ്തിട്ടില്ല. തന്റെ സ്വന്തം മാർഗത്തിൽ അവൻ ശത്രുക്കളെ നിഗ്രഹിക്കുക. എത്ര വലിയ ശത്രുവിനെയും ഒറ്റയ്ക്ക് നേരിടുവാൻ കരുത്ത് ദൈവം അവന് നൽകി. ശിംശോൻ എന്ന വാക്കിന്റെ അർത്ഥം വീണ്ടും സൂര്യനെ പോലെയുള്ളവൻ. അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ന്യായാധിപന്മാരും ഇസ്രായേലിൽ ആയുധം ധരിച്ച് അല്ലെങ്കിൽ യുദ്ധങ്ങൾ ചെയ്തപ്പോൾ ശത്രുവിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഈ ശിംശോൻ മാത്രം അല്ലെങ്കിൽ ആയുധങ്ങൾ ധരിക്കാതെ സ്വന്തം കഴിവുകൊണ്ട് തന്റെ സ്വന്തം തന്ത്രം കൊണ്ട് എത്ര വലിയ ശത്രുവിനെ കീഴ്പ്പെടുത്തുമായിരുന്നു. അത്ര മഹാശക്തിയുള്ളവനായിരുന്നു ശിംശോൻ. അത്രമാത്രം ദൈവത്തിന്റെ കരുതൽ അവരോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം അവരോട് കൂടെ സഞ്ചരിച്ചു. ഹല്ലേലൂയ. ശത്രുവിന്റെ ആക്രമണത്തിൽ ഒരിക്കലും വീണു പോകാതെ വണ്ണം ദൈവനെ കാത്തു പരിപാലിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇനി നാസീർവ്രതക്കാരനെ കുറിച്ച് വേദപുസ്തകം പറയുമ്പോൾ സ്തോത്രം സംഖ്യാപുസ്തകം 16-ാം അധ്യായം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അതിലേക്ക് കൂടെ പറഞ്ഞ സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരും. 6-ാം അധ്യായം സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് കാണാൻ കഴിയും. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 2 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കോടെ കാണുന്നുണ്ട്. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസീർ വ്രതം എന്ന വിശേഷ വിധിയുള്ള വ്രതം ദീക്ഷിക്കുമ്പോൾ വീഞ്ഞും മദ്യവും വർജിച്ചിരിക്കണം. വീഞ്ഞിന്റെ കാടിയും മദ്യത്തിന്റെ കാടിയും കുടിക്കരുത്. മുന്തിപ്പഴത്തിന്റെ യാതൊരു രസവും കുടിക്കരുത്. മുന്തിരിങ്ങ പഴുത്തതാകട്ടെ ഉണങ്ങിയതാകട്ടെ തിന്നുകയും വരുത്. തന്റെ നാസീർവ്രത കാലത്തൊക്കെയും കുരുതൊട്ട് തൊലി വരെ മുന്തിരിങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നതൊന്നും അവൻ തിന്നരുത്. നാസീർവ്രത കാലത്തൊക്കെയും ക്ഷൗരക്കത്തി അവന്റെ തലയിൽ തൊടിവിക്കരുത്. യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലം തികയോളം അവൻ വിശുദ്ധനായിരിക്കണം. തലമുടി വളർത്തണം. അവൻ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലത്തൊക്കെയും ശവത്തിന്റെ അടുക്കൽ ചെല്ലുകയും അരുത്. ഹല്ലേലൂയ. നിങ്ങൾ ആ താഴോട്ട് വായിച്ചു കഴിയുമ്പോൾ ഒരു നാസീർ വ്രതക്കാരൻ, ഒരു വിശുദ്ധ ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടവൻ ചെയ്യേണ്ട ജീവിത വിശുദ്ധിയുടെ അനുഭവത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ വിശുദ്ധന്മാരെ കുറിച്ചല്ല പറയുന്നത്. ഇന്നത്തെ വിശുദ്ധന്മാരെല്ലാം ചെയ്യും, എല്ലാ കാര്യത്തിലും അവർ ഇടപെടും. എന്നിട്ട് അവർ സ്വയം ന്യായീകരിക്കും, അല്ലെങ്കിൽ ന്യായീകരിക്കും. ഇന്നത്തെ ആളുകൾ എന്തെല്ലാം ചെയ്തും അവർ സ്വയം ന്യായീകരിക്കും. ഞങ്ങൾ ചെയ്തത് ശരിയെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പുണ്ടെന്ന് വാദിക്കുന്നവരെ ഇന്നത്തെ പല ആളുകൾ കേട്ടോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, ദൈവം നിന്നെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് നീ വിളിച്ചു കഴിഞ്ഞാൽ, നീ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവനായി മാറിക്കഴിയുമ്പോൾ, സമർപ്പിക്കപ്പെട്ടവനായി കഴിയുമ്പോൾ നീ ദൈവസനയിൽ ആ പ്രതിഷ്ഠയുടെ അനുഭവത്തിൽ ജീവിക്കണം, രക്തം ചെയ്യണം. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ ലോകപ്രകാരമുള്ള യാതൊന്നിലേക്കും വീണു പോകാതെ ജീവിതത്തെ എത്രമാത്രം കാത്തു സൂക്ഷിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം വായിക്കുന്നത്. അപ്പൊ നാസീർ വ്രതത്തെ കുറിച്ച് സംഖ്യാപുസ്തകം 6-2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. ആദ്യമായി കുരുതൊട്ട് തൊലി വരെ മുന്തിരിങ്ങ കൊണ്ടുണ്ടാക്കുന്നതൊന്നും ഭക്ഷിക്കരുത്. ഒന്നാമത്തെ കാര്യം ഇത്, കുരുതൊട്ട് തൊലി വരെ മുന്തിരിങ്ങ കൊണ്ടുണ്ടാക്കുന്നതൊന്നും ഭക്ഷിക്കരുതെന്ന്. ഹല്ലേലൂയ സ്തോത്രം. ഭക്ഷിക്കരുത്. ജഡത്തിൽ ആനന്ദത്തെ കൊണ്ടുവരുന്നത് വീഞ്ഞാകുന്നു. ജഡത്തിൽ ആനന്ദത്തെ കൊണ്ടുവരുന്നത് എന്താ? വീഞ്ഞ.
അല്ലേലി. ഇന്നത്തെ പല ആളുകളും അല്പം വീഞ്ഞു കൂടെ സേവിച്ചുകൊണ്ടാണ്. അല്ലേലി. ഈ നാളില് ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, ഏപ്പാമേലി വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വിമാനത്തിൽ കയറിയിരിക്കുമ്പോൾ നല്ല വൈനൊക്കെ കിട്ടും, നല്ല ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അത് അല്പം രുചിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ നല്ല കാര്യം, കാരണം എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാനും പോയില്ല. ലോകപ്രകാരമുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞതെങ്കിൽ ഞാൻ പറഞ്ഞേനെ. പക്ഷേ അല്ലെങ്കിൽ അവരൊക്കെ വിമാനത്തിൽ കയറി നല്ല വീഞ്ഞു കുടിച്ച് ഇഷ്ടം പോലെ നല്ല ലഹരിയൊക്കെ ആസ്വദിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ വിശുദ്ധന്മാരുടെ പറയട്ടെ, നീ വിമാനത്തിൽ കയറിയാലും നീ വിശുദ്ധനായിരിക്കണം. അല്ലേലി. നീ വിമാനത്തിൽ പറക്കുന്ന സമയത്ത് നിന്റെ മുമ്പിൽ കൂടെ വൈനടക്കമുള്ള വീഞ്ഞുകൾ വരുമ്പോൾ, ലഹരി സാധനങ്ങൾ വരുമ്പോൾ, അവിടെ നീ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവനാണ്, ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ്. നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ പ്രാധാന്യത്തെയും മനസ്സിലാക്കി നിന്റെ മുമ്പിൽ വരുന്ന ലഹരിയെ നീ നീക്കിക്കളയുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലരും ഇതൊക്കെ സേവിച്ചിട്ടാ ഈ പോയി ശുശ്രൂഷ ചെയ്യുന്നത് കേട്ടോ. ഹല്ലേലൂയ. കാരണം ഫ്ലൈറ്റിലല്ലേ, ആരും അറിയില്ലല്ലോ. സ്തോത്രം. എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവസനിൽ നീ വിശ്വസ്തനാണോ ഇല്ലയോ എന്ന് ദൈവം നിന്നെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കുരുതൊട്ട് തൊലി വരെ ഉള്ള സകല സാധനങ്ങൾക്കും ഉണ്ടാക്കുന്നത് എന്ത് ചെയ്യുന്നു? അത് ലഹരിയാണ്. അത് ഉപയോഗിക്കരുത്. മുന്തിരിങ്ങ കൊണ്ടുണ്ടാക്കുന്ന ലഹരിയാണ്. അത് നിന്റെ ശരീരത്തെ അല്ലെങ്കിൽ സ്തോത്രം നശിപ്പിച്ചു കളയും. നിന്റെ ജഡത്തിൽ ആനന്ദം കൊണ്ടുവരും. അതുപോലെ തന്നെ ദൈവമക്കൾ ജഡിക ഇച്ഛകളെയും ഉല്ലാസങ്ങളെയും അന്വേഷിച്ചോടാൻ തുടങ്ങും. അല്ലേലിയ. ഈ വീഞ്ഞൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ, അല്ലേലിയ, ലഹരിയൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ദാസന്മാരൊക്കെ എന്ത് ചെയ്യും? ജഡിക ഇച്ഛകളെയും ജഡിക ആനന്ദത്തെയും അന്വേഷിച്ചോടാൻ തുടങ്ങും. അപ്പോഴാണ് അതിനെക്കുറിച്ചുള്ള വിചാരങ്ങളും ചിന്തകളും ഉണ്ടാകുന്നത്. ആലോചന വർദ്ധിക്കും. അല്ലേലൂയ. അപ്പൊ മനസ്സിന്റെ ഉള്ളിൽ വലിയ പ്രലോഭനങ്ങൾ ഉണ്ടാകും. പ്രലോഭനങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും എവിടെങ്കിലുമൊക്കെ വെച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ തുമ്പ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. പിന്നെ അതേ കയറി പിടിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ ഫോൺ വിളി തുടങ്ങും. ആ ഫോൺ വിളി പിന്നത്തേതിൽ എന്ത് ചെയ്യും? ശിംശോന്റെ ജീവിതം അടിയറവ് പറഞ്ഞതുപോലെ പിന്നെ പലരും ജീവിതത്തിൽ ശുശ്രൂഷയിൽ അടിയറവ് പറയുക, രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നതാണ് സ്തോത്രം. ശിംശോന് പറ്റിയതുപോലെ നിനക്ക് പറ്റരുത്. ഹല്ലേലൂയ. ശിംശോന് പറ്റിയതുപോലെ നിനക്ക് പറ്റാൻ ഇടയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശിംശോനെ കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തണ്ടായിരുന്നു. കാരണം ഇത് രേഖപ്പെടുത്തി നീ മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ്, നീ ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്, നീ വിശുദ്ധിയോടെ ദൈവവചനത്തെ അനുസരിച്ച് മുന്നോട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശിംശോനെ കുറിച്ചൊക്കെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചത്. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിക്കുന്ന വീഞ്ഞിന്റെ ശരീരത്തിൽ ജഡിക ഇച്ഛകളെയും ഉല്ലാസമോഹങ്ങളെയും കൊണ്ടുവരും. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. കൺമോഹം, ജഡിക ഇച്ഛകൾ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിന്റെ ശുശ്രൂഷയും തകർത്ത് കളയും. ഹല്ലേലൂയ. രക്തം ചെയ്യും. നിന്റെ ശുശ്രൂഷകളെയും തകർക്കുവാൻ പിശാചി ഇടുന്ന പദ്ധതികളെ നിങ്ങൾ മനസ്സിലാക്കി വേണം നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ നിങ്ങൾ പണിതെടുക്കുവാൻ. രക്തം ചെയ്യും. ഹല്ലേലൂയ. ജീവിതം എന്ന് പറയുന്നത് അത് കർത്താവിനാൽ സമർപ്പിക്കപ്പെട്ടതായിരിക്കണം. യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായിരിക്കണം. ജീവിതം എന്നത് ക്രിസ്തുവിന്റെ സന്നിധിയിൽ നമ്മൾ പ്രതിഷ്ഠിക്കപ്പെട്ടതായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് മാതാപിതാക്കളായിരുന്നാലും മക്കളായിരുന്നാലും ഹല്ലേലൂയ, ദൈവവചനത്തോട് ചേർന്ന് ജീവിക്കുന്ന സകല ഭക്തന്മാരും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ എന്നും പ്രാർത്ഥനയുടെ അനുഭവം, ആരാധന അനുഭവം, വചനധ്യാനത്തിന്റെ അനുഭവം. ജീവിത വിശുദ്ധി എവിടെയോ നഷ്ടപ്പെട്ടോ എന്നുള്ള തിരിഞ്ഞു നോക്കണം എപ്പോഴും ജീവിതത്തിലേക്ക്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന അശുദ്ധി എവിടെങ്കിലും വന്നോ എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ശിംശോന്റെ ജീവിതത്തിലേക്ക് ഒന്നാമത്തെ ഭാര്യ കടന്നു വന്ന്, രണ്ടാമത്തെ ഭാര്യ കടന്നു വന്ന്, മൂന്നാമത്തെ ഭാര്യ കടന്നു വന്ന്, അത് അവന്റെ ജീവിത ശുശ്രൂഷയുടെ പരാജയമായി മാറി. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രലോഭനങ്ങളിൽ കൂടെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരോടൊക്കെ ഞാൻ പറയട്ടെ, നിന്നെ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ട സമയമായി. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് അഭിഷേകമുണ്ടോ? നിന്റെ മേലുള്ള ദൈവവിളി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നീ ദൈവവിളിക്കകത്താണോ ഉറച്ചു നിൽക്കുന്നത് എന്നൊക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്ത് തിരിച്ചറിയണം. രക്തം ചെയ്യണം.
പാപം നിന്റെ ജീവിതത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, അശുദ്ധി നിന്റെ ജീവിതത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴിയിലൂടെ നീ യാത്ര ചെയ്തെങ്കിൽ, ജഡിക മോഹങ്ങളും ജഡിക ഉല്ലാസങ്ങളും നിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, അവയെ നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ ഒരുക്കിയെടുക്കണം. അതിന് നീ ദൈവത്തിന് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നീ പുറത്തേക്ക് നോക്കിയാൽ നിന്റെ 2 കണ്ണുകൾ കൊണ്ട് അനവധി ദലീലമാരെ നിനക്ക് കാണാം. ദലീലയുടെ അനേക വലിയ പ്രലോഭനങ്ങളും വശീകരണങ്ങളും നിനക്ക് ലഭ്യമാകും. ഹല്ലേലൂയ. നീ അതിലേക്ക് വീണു പോകരുതെന്ന്. പ്രൈസലോ. ഇന്ന് ഈ ഫോണൊക്കെ വന്നത് കൊണ്ടേ വളരെ എളുപ്പമാണ് കാര്യങ്ങളൊക്കെ. ഹല്ലേലൂയ. കാരണം ഒരു തൊഴിലുമില്ലാതെ ചിലരൊക്കെ എഴുന്നേറ്റിരുന്ന് ഈ ദലീലെ പോലെ ഫോണിനകത്ത് വിശുദ്ധന്മാർക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുക. വിശുദ്ധന്മാരുടെ ശുശ്രൂഷ തകർക്കുന്ന, വിശുദ്ധന്മാരുടെ ശുശ്രൂഷ ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിലൂടെ അനവധി ദലീലമാര് ഫോണിലൂടെ ചാറ്റിങ് നടത്തിക്കൊണ്ടിരിക്കുക. ചാറ്റിങ്. ഹല്ലേലൂയ. അങ്ങനെ ചാറ്റിനകത്ത് നീ വീണുപോയാൽ, ഹല്ലേലൂയ, നീ ചാറ്റി അവസാനം നീ അവളുടെ കയ്യിൽ ചെന്ന് ചാടും. പ്രൈസലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവ്, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസനെ ദാസിയെ, നിന്റെ കരങ്ങളിൽ തന്നിരിക്കുന്ന ഫോൺ പോലും അല്ലെങ്കിൽ നിന്നെ തകർക്കുന്നതാ, നിന്നെ മലിനപ്പെടുത്തുന്നതാ. അതിനെക്കുറിച്ച് നിനക്ക് നല്ല വീണ്ടും വിചാരം ഉണ്ടാകണം കേട്ടോ. രക്തം ചെയ്യും. പ്രൈസലോ. ഇവിടെ ശിംശോൻ ഹല്ലേലൂയ തന്റെ മേലുള്ള അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഹല്ലേലൂയ. തന്റെ മേലുള്ള അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന വിധത്തിലാണ് ജഡിയ ഉല്ലാസങ്ങൾ അവനിലേക്ക് കടന്നു വന്നത്. ജഡിയ പ്രലോഭനങ്ങൾ കടന്നു, ജഡിയ ഇച്ഛകൾ കടന്നു വന്നത്. സ്വതം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഞാൻ പറയുന്ന വചനമുണ്ട്, ജഡത്തിന്റെ ചിന്ത മരണമാണെന്ന്. ഹല്ലേലൂയ. ശിംശോൻ എപ്പോഴെല്ലാം ജഡത്തിൽ ചിന്തിച്ചു, അതെല്ലാം അവന്റെ മരണത്തിലേക്ക്, അവന്റെ ജീവിതത്തിന്റെ നാശത്തിലേക്കായിരുന്നു. അവൻ ആത്മാവിൽ ചിന്തിച്ചിരുന്നെങ്കിൽ ജീവന് സമാധാനമായിരുന്നേനെ. ഇവിടെ നോക്കിയാൽ ഇസ്രായേലത്തെ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഫിലിസ്തീൻ ഞെരുക്കിക്കൊണ്ടിരിക്കുക, ഫിലിസ്തീൻ തകർത്തുകൊണ്ടിരിക്കുക. ഇസ്രായേൽ മക്കൾക്ക് യാതൊരു വിടുതലുമില്ല. ഇസ്രായേൽ മക്കൾ കണ്ണുനീരിന്റെ നടുവില അവർ നിലവിളിക്കുക. ആ നിലവിളി കേട്ടിട്ടാണ് യഹോവയായ ദൈവം, ഹല്ലേലൂയ, ഒരു മഹാന്യായാധിപനായിരിക്കുന്ന ശിംശോനെ വലിയ പരാക്രമശാലിയായി ദൈവം അവർക്ക് മുമ്പിൽ എഴുന്നേൽപ്പിച്ചു കൊടുത്തത്. ഹല്ലേലൂയ. അങ്ങനെ ഒരു മഹാപരാക്രമശാലിയായി ദൈവം എഴുന്നേൽപ്പിച്ച ശിംശോൻ തന്റെ മേലുള്ള അഭിഷേകം മനസ്സിലാക്കിയിട്ട്, ഹല്ലേലൂയ, താൻ മുന്നോട്ട് തന്നെ യാത്ര ചെയ്തിരുന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവം തന്നിലൂടെ വലിയ പ്രവർത്തികൾ ചെയ്തേനെ. സ്തോത്രം. ഈശ്വരോ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഈ കാലഘട്ടത്തിലെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയുടെ മഹത്വമൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഒരിക്കലും നമ്മുടെ ജീവിതത്തെ താറുമാറാക്കി കളയരുത്. നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയരുത്. നമ്മുടെ ജീവിതത്തെ പിശാചിനിട്ട് കൊടുക്കരുതെന്ന്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഒന്നാമതായിട്ട് എന്താണ്? കുരുതൊട്ട് തൊലി വരെ മുന്തിരിങ്ങ കൊണ്ടുണ്ടാക്കുന്ന ഒന്നും ഭക്ഷിക്കരുത്. രണ്ടാമത്, ഹല്ലേലൂയ, ക്ഷൗരക്കത്തി തലയിൽ തൊടരുത്. ക്ഷൗരക്കത്തി തലയിൽ തൊടരുതെന്ന്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, 52-ാം സങ്കീർത്തനമൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 52-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ചതിവ് ചെയ്യുന്നവനെ മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെ നിന്റെ നാവ് ദുഷ്ടത വകഞ്ഞുണ്ടാക്കുന്നു എന്ന് അവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, മൂർച്ചയുള്ള ക്ഷൗരക്കത്തി കൊണ്ട് തലമുടി മുഴുവൻ ക്ഷൗരം ചെയ്യുന്നത് പോലെ ദോവേഗ് തന്റെ വാളുകൊണ്ട് 85 പുരോഹിതന്മാരെയാണ് കൂട്ടക്കൊല ചെയ്തത്. ഹല്ലേലൂയ. ദുഷ്ടതയുള്ള അവന്റെ പ്രശംസ എന്ന് അവസാനിക്കും എന്നോർത്ത് ദാവീദ് വ്യാകുലപ്പെടുന്ന 52-ാം സങ്കീർത്തനം. അതിന് ഈ മൂർച്ചയുള്ള ക്ഷൗരക്കത്തി എന്ന് പറഞ്ഞു. കാരണം അത് നശിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ശിംശോന്റെ ജനനത്തിൽ തന്നെ ദൈവാത്മാവ് പറഞ്ഞത്, ക്ഷൗരക്കത്തി, ഹല്ലേലൂയ, സ്തോത്രം, അവന്റെ തലയിൽ തൊടരുത്. ചതിവ് ചെയ്യുന്നവനെ മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെ നിന്റെ നാവ് ദുഷ്ടത പറഞ്ഞുണ്ടാക്കുന്നു. ഇതുപോലെ മനുഷ്യന്റെ നാവ് ദുഷ്ടത പറഞ്ഞുണ്ടാക്കുമെന്ന്, ക്ഷൗരക്കത്തിയുടെ മൂർച്ച പോലെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കള്ള ഉപദേശവും കള്ളപ്രവചനവും അസൂയ നിറഞ്ഞ ആലോചനകൾ എന്നിവയാൽ നിങ്ങളുടെ ഹൃദയത്തെ അശുദ്ധമാക്കാതെ നിങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഈ ക്ഷൗരക്കത്തി പോലെ
അല്ലെങ്കിൽ അതുകൊണ്ട് നാവിനെ മൂർച്ചയുള്ള അതുപോലെ ആക്കിയെടുക്കുന്ന പോലെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കള്ള പ്രവചനത്തിനകത്ത്, കള്ള ഉപദേശത്തിനകത്ത്, കള്ള ആലോചനയ്ക്കകത്ത് അല്ലേലിയ നിങ്ങൾ വീട് പോകരുതെന്ന്. അല്ലേലിയ അസൂയ നിറഞ്ഞ ലോകത്തിലെ ശുശ്രൂഷ നടക്കുന്നത്. ആമീൻ, സ്തോത്രം. എതിർപ്പുകളും നിറഞ്ഞ ലോകത്തിലെ ശുശ്രൂഷ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വശീകരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അല്ലേലിയ 2 കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 11-ാം അധ്യായത്തിൽ അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു, എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ദലീലമാർ എഴുന്നേറ്റ് വരുമെന്ന്. ദലീലമാർ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിനുള്ള നിർമ്മലതയും അല്ലേലിയ ക്രിസ്തുവിനുള്ള നിർമ്മലതയും അല്ലേലിയ സ്തോത്രം അല്ലേലിയ നിർമ്മലതയും അല്ലെങ്കിൽ സ്തോത്രം ഏകാഗ്രതയ്ക്ക് വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന പൗലോസോട് ഭയപ്പെടുകയാണ്. അല്ലേലിയ നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അനവധി ആളുകൾ ഈ വചനത്തിൽ വായിച്ചിട്ട് കുടുങ്ങിപ്പോയവരുണ്ട്. അല്ലേലിയ ക്രിസ്തുവിന് വേണ്ടി നിർമ്മലകനിയായി വിളിക്കപ്പെട്ടവർ, ക്രിസ്തുവിന് വേണ്ടി നിർമ്മലകനിയായി പ്രതിഷ്ഠ ചെയ്തവർ, അല്ലേലിയ സമർപ്പിക്കപ്പെട്ട പലരും ക്രിസ്തുവിനുള്ള ഏകാഗ്രത നിർമ്മലതയും വിട്ട് വഷളായിപ്പോയി. പ്രൈസലോ. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിന്റെ ആദിപാഠങ്ങളിലേക്ക് വീണുപോയി നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകാതെ നിങ്ങൾ കർത്താവിന്റെ മണവാട്ടിയാണ്, ക്രിസ്തുവിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട നിർമ്മല കന്യകയാണെന്നുള്ള ബോധ്യത്തോടെ നിങ്ങൾ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യണം. ശിംശോനത് നഷ്ടപ്പെട്ടു പോയി. ക്രിസ്തുവിന് വേണ്ടി ഏകാഗ്രത നിർമ്മലതയുള്ളവനായി വിളിച്ചു വേർതിരിച്ചു, അമ്മയുടെ ഉദരം തൊട്ട് നാസീർവ്രതക്കാരനായി വിളിച്ചു വേർതിരിച്ചെങ്കിലും ദലീല എന്ന് പറഞ്ഞവളുടെ വാക്കുകൾ മുമ്പിൽ ശിംശോൻ കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ അങ്ങനെ കുടുങ്ങിപ്പോകരുതെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അല്ലേലൂയ. എന്താണ് സ്തോത്രം? അല്ലേലൂയ. അവിടെ വായിക്കുന്നത്, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മലകനിയായി ഏൽപ്പിക്കാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. കണ്ടോ, നമ്മളെ ക്രിസ്തുവിന് വേണ്ടി നിർമ്മലകനിയായി വിവാഹ നിശ്ചയം നിർമ്മലകനിയായി വിവാഹ നിശ്ചയം അല്ലെങ്കിൽ ചെയ്തിരിക്കുക. എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്തെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നിർമ്മലം വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയരുത്. അല്ലേലൂയ, സ്തോത്രം. അപ്പം വേർപാടിന്റെ ജീവിതം ഉള്ളവരായി അല്ലേലൂയ നിങ്ങൾ ജീവിക്കണം. പ്രൈസലോ. വേർപാടിന്റെ ജീവിതം ഉള്ളവരായി. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താണ്? സ്തോത്രം. അല്ലേലൂയ. നിങ്ങളുടെ തലയിൽ ക്ഷൗരക്കത്തി തുടരുത്. മൂന്നാമതായി പറയുന്നത്, ഈ നാസരീവിധം ഉള്ളവൻ യാതൊരു മൃതശരീരത്തിലേക്കും പോകരുത്, വേർപാടിന്റെ ജീവിതമുള്ളവനായി കാണപ്പെടണം. ആകിയാൽ ദാവീദ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴി നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്ത് ഇരിക്കുന്ന നമുക്ക് ആലോചന തരുന്നുണ്ട്. പ്രൈസലോ. പൗലോസ് പറയുക, നീ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴി നടക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ പോയി ഇരിക്കരുതെന്ന്. എന്ന് പറഞ്ഞാൽ നാസീർവിധമുള്ളവൻ മൃതശരീരത്തിന്റെ അരികിലേക്ക് ചെല്ലരുത്. അല്ലേലൂയ. ഇവിടെ ദലീലയുടെ ശരീരം എന്ന് പറയുന്ന മൃതശരീരത്തിനൊത്ത ശരീരമാണ്. അല്ലേലൂയ. മൃതശരീരത്തിനൊത്ത ശരീരത്തിങ്കിലേക്ക് ശിംശോൻ ചെന്നതുകൊണ്ട് എന്ത് ചെയ്തു? അവന്റെ നാസീർവ്രതം നഷ്ടപ്പെട്ടു പോയി. എന്നെ കേൾക്കുന്നവരുടെ ശ്രോതാവേ, പാപം നിന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ, പാപം നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ, അനവധി ദലീലാമാര് നിന്റെ ജീവിതത്തിലേക്ക് കടന്നുകൂടുമ്പോൾ, നീ ആ പ്രലോഭനത്തിനകത്ത് വീട് കഴിയുമ്പോൾ മൃതശരീരത്തിന്റെ അരികിലേക്ക് നീ ചെല്ലുന്നത് പോലെയാണ് നീ കടന്നു ചെല്ലുന്നത്. സ്തോത്രം. അല്ലേലൂയ. അതുകൊണ്ട് മൃതശരീരത്തെ തുടരുതെന്ന് ആ കാലഘട്ടത്തിൽ നാസീർവ്രതക്കാരൊരു കൽപ്പനയുണ്ടായിരുന്നു. ആ കൽപ്പന തന്നെ ഇന്നും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിന്റെ ജീവിതത്തിൽ പാപം പ്രവേശിക്കുമ്പോൾ നീ മൃതശരീരത്തെ ചെന്ന് മിലലിയെ ചെന്ന് തൊടുന്നത് പോലെയാണ്. ഈശ്വരം. ബാക്കി നിങ്ങളൊക്കെ ഒന്ന് ഊഹിച്ചെടുത്താൽ മതി. അപ്പൊ നിന്റെ ജീവിതത്തെ നീ നഷ്ടപ്പെടുത്തി കളയരുത്. നിന്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി കൊടുക്കണം. ജീവിത വിശുദ്ധി എന്ന് പറയുന്നത് ദൈവമായിട്ട് കൂട്ടിച്ചേർത്ത് പോകേണ്ടതാണ്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് ശിംശോന് ലഭിച്ച മഹാബലം പരിശുദ്ധാത്മാവിനാൽ ഉണ്ടായതാണ്. ചില സന്ദർഭങ്ങളിൽ യഹോവയുടെ ആത്മാവ് ശിംശോനെ ഉദ്യമിപ്പിച്ചു തുടങ്ങിയിരുന്നുവെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 25-ാം വാക്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ കർത്താവിന്റെ ആത്മാവ് ശക്തമായി ശിംശോന് മേൽ വന്നുവെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 14:6 നമ്മൾ വായിക്കുന്നുണ്ട്. അല്ലേലൂയ. ആകിയാൽ സിംഹത്തിന്റെ വായു ഒരു ആട്ടിൻകുട്ടിയെ സ്തോത്രം അല്ലേലൂയ കീറിക്കളയുന്നത് പോലെ അവൻ കീറിക്കളഞ്ഞു.
സ്വതം ദൈവത്തിന്റെ വിലയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവൻ വലിയ ശക്തിയായിരുന്നു, മഹാശക്തിയായിരുന്നു. അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നതിൽ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് വസിക്കണം. അതുകൊണ്ടാണ് ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 14:6 എഴുതി വെക്കാൻ കാരണമായത്. സ്തോത്രം വായിച്ച് കാണാൻ കഴിയും. വലിയ സ്തോത്രം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. രക്തം ചെയ്യാം അവിടെ എഴുതി 14:6 ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. വലിയ ആമി സ്തോത്രം. ബാലസിംഹാവിന്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നു. കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. കണ്ടോ, അവന്റെ കയ്യിലൊന്നുമില്ലാതിരിക്കെ അവന്റെ മുമ്പിലേക്ക് ചാടി വന്ന ബാലസിംഹത്തെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. എന്താ? ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ. അല്ലേലിയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം നിന്നെ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ ദലീലാമാരുടെ പ്രലോഭനം, ദലീലാമാരുടെ ശക്തി നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ അതൊരു ബാലസിംഹം വരുന്നത് പോലെ, ആ ബാലസിംഹത്തെ ശിംശോൻ ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞതുപോലെ നിന്റെ നേരെ കടന്നു വരുന്ന ദലീലയുടെ ശക്തി ജട്ടികമായ ചിന്തകളെ, ഉല്ലാസ മോഹങ്ങളെ, വ്യഭിചാര ചിന്തകളെ, അശുദ്ധിയുടെ മാർഗത്തെ നീ ബാലസിംഹത്തെ ശിംശോൻ കീറിക്കളഞ്ഞതുപോലെ നീ കീറിക്കളയണം. ഹല്ലേലൂയ. എന്തൊക്കെയാ ദൈവോദരം പഠിപ്പിക്കുന്നത് കേട്ടോ. സ്തോത്രം. അല്ലാതെ ദലീലമാര് അങ്ങോട്ട് കടന്നു വരുമ്പം അവരുടെ കണ്ണുകൾക്ക് ഇമ്പമാകുന്ന രീതിയിൽ, നിങ്ങളുടെ കണ്ണുകൾക്ക് ഇമ്പമാകുന്ന രീതിയിൽ വശീകരണത്തിന്റെ വാക്കുകളും പ്രലോഭനങ്ങളുമായി വരുമ്പോൾ നിങ്ങളിങ്ങനെ ആടി കുഴഞ്ഞ് നാണം കുണുങ്ങിയൊക്കെ നിങ്ങൾ അതിന്റെ പിന്നാലെ പോകുന്ന അനവധി ശിംശോന്മാരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അല്ലേലിയ. നിങ്ങൾ ശരിയായിട്ടങ്ങ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് എന്താണ്? ബാലസിംഹാവിന്റെ നേരെ അലറി വന്നു. ഈ ബാലസിംഹം അലറി വരുന്ന പോലെ ദലീലമാര് പ്രലോഭനത്തോടെ വരും, നിന്റെ നേരെ വരും. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ശിംശോനത്ത് ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ വന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. ദൈവത്തിന്റെ ആത്മാവ് സ്തോത്രം വന്നു. യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നു. അവൻ കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ. അതുകൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് അഭിഷേകം തരുന്നത് കേട്ടോ. ഇതുപോലെയുള്ള സംഗതികൾ, ഇതുപോലെയുള്ള വശീകരണങ്ങൾ നിനക്ക് നേരെ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ ശക്തമായി ഇടപെടും. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തമായി ഇടപെടും. എന്താ? നിന്റെ കയ്യിൽ ആയുധമൊന്നും വേണ്ട. നിന്റെ മേൽ ആത്മാവിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നീ എന്ത് ചെയ്യണം? നിനക്ക് നേരെ കടന്നു വരുന്ന അശുദ്ധമായ ചിന്തകളെ നീ കീറിക്കളയണമെന്ന്. പ്രൈസലോ. അതിനെ വലിച്ചു കീറിക്കളയണം. പ്രൈസലോ. അതിനെ കൊണ്ട് നീ നടക്കരുത്. ഹല്ലേലൂയ. അതിനെ കൊണ്ട് നടന്നാൽ നിന്നെ കൊണ്ട് അത് പോവുകയുള്ളൂ. സ്തോത്രം. ഈശ്വരോ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് സ്തോത്രം. എന്നാൽ ശിംശോൻ തന്റെ പ്രതിഷ്ഠയോ നാസീർവ്രതത്തെയോ കാത്തു സൂക്ഷിച്ചില്ല. ആകിയാൽ ഒടുവിൽ ബലം നഷ്ടപ്പെട്ടു. പ്രിയ ദൈവമക്കളെ, കർത്താവ് നിങ്ങളെ കൈവിടത്തക്ക യാതൊരുവിധ പാപവും ചെയ്യാത്ത വിധം നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ ശിംശോന്റെ മേലുള്ള അധികാരം, അഭിഷേകം നഷ്ടപ്പെട്ടു പോയതുപോലെ, ശിംശോനെ ദൈവം കൈവിട്ട് കളഞ്ഞതുപോലെ നിങ്ങളെ കൈവിട്ട് കളയാതിരിക്കുവാൻ നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. അതിനെ നിങ്ങൾ ജാഗ്രതയോടെ കൊണ്ടു നടക്കണം. പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന സമയം തൊട്ട് നിങ്ങൾ കിടക്കുവാൻ പോകുന്നിടം വരെ നിന്റെ മേലുള്ള അഭിഷേകത്തിന് യാതൊരു കോട്ടവും വരാതെ, നിന്റെ മേലുള്ള അഭിഷേകത്തിന് യാതൊരു ചൂഷണവും വരാതെ അഭിഷേകത്തിനകത്ത് നീ ജീവിക്കണം. അഭിഷേകത്തിനകത്ത് നിന്ന് സംസാരിക്കണം. അഭിഷേകത്തിനകത്ത് ജോലി ചെയ്യണം. അഭിഷേകത്തിനകത്ത് യാത്ര ചെയ്യണം. അഭിഷേകത്തിനകത്ത് നീ വസിക്കണം. ഹല്ലേലൂയ. അതിനു പിന്നെ യാതൊരു മാർഗതടസ്സവും വരരുത്. സ്തോത്രം. അതിനു വേണ്ടിയിട്ടാണ് പുതിയ നിയമസഭയ്ക്ക് ദൈവം അഭിഷേകം തന്നത്. 120 പേരുടെ മേലും കൊണ്ട് അഭിഷേകം ഇറങ്ങിക്കഴിഞ്ഞ് അവരുടെ മരണം വരെ ആ അഭിഷേകത്തിൽ അവർ ജീവിച്ചത് കേട്ടോ. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളില്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ഇന്ന് പകൽ നിന്റെ മേലുള്ള അഭിഷേകം നഷ്ടപ്പെട്ടോ അതോ ദലീലന്മാരെ കീഴ്പ്പെടുത്തിയോ കീഴടക്കിയോ നീ ചിന്തിക്കണം. പ്രൈസറോ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. അപ്പൊ ഒരു പാപവും ചെയ്യാത്ത വിധത്തിൽ നിങ്ങളുടെ ശരീരം ദൈവാത്മാവ് വസിക്കുന്ന വാസസ്ഥലമായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ മേൽ പാപം വരാതെ, പാപം വസിക്കാതെ, പാപത്തിന് ഇടം കൊടുക്കാതെ, ദലീലന്മാര് വലിഞ്ഞു കയറാതെ ദൈവാത്മാവ് വസിക്കുന്ന വാസസ്ഥലമായി, ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമായി, ദൈവത്തിന്റെ ആലയമായി, ദൈവത്തിന്റെ ഭവനമായി, ദൈവത്തിന്റെ പ്രാർത്ഥനാലയമായി, ദൈവത്തിന്റെ കൃഷിയിടമായി നിങ്ങൾ നിങ്ങളെ കാത്തു സൂക്ഷിക്കണമെന്ന്. രക്താഞ്ജയം. ഹല്ലേലൂയ.
നിങ്ങളെ കാത്തു സൂക്ഷിക്കുമല്ലോ അല്ലേ? ഹല്ലേലൂയ. നിങ്ങളെ കാത്തു സൂക്ഷിക്കണം. ജീവിതത്തിനകത്ത് വിശുദ്ധി കൊണ്ട് നടക്കണം. രക്തജയം അശുദ്ധി കൊണ്ട് നടക്കരുത്. ഹല്ലേലൂയ. വിശുദ്ധിയെ കൊണ്ട് നടക്കണം, വിശുദ്ധിയെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപകൾ ഭയഭക്തിയോടെ നിങ്ങൾ സ്വീകരിക്കണം. ദൈവകൃപ നിങ്ങൾ ഭയഭക്തിയോടെ സ്വീകരിക്കണം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാമത്തെ 28-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ കണ്ടു, അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എന്റെ രണ്ട് കണ്ണിനും വേണ്ടി ഫെലിസ്തരോട് പ്രതികാരം ചെയ്യേണ്ടതിന് അല്ലെങ്കിൽ ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ. ഇതെന്താ? തന്റെ തലമുടിയിലാണ് ശക്തി എന്നൊക്കെ ദലീലയോട് പറഞ്ഞു കൊടുത്ത്, ദലീല അത് കേട്ട് ഫെലിസ്തിനെ വിളിച്ച്, ഫെലിസ്തൻ വന്നവന്റെ തലമുടി മുറിച്ചു കളഞ്ഞപ്പോൾ ശിംശോന്റെ ശക്തി എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. അല്ലെ, ഫെലിസ്തനെ പിടിച്ചു, അല്ലെങ്കിൽ കണ്ണു കുത്തിപ്പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ നമ്മളിപ്പം വായിച്ചത്. അല്ലെങ്കിൽ ന്യായാധിപന്മാർ 16-28. അവന്റെ രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിച്ച് അവരോട് പ്രതികാരം തീർക്കുവാൻ ഒരു പ്രാവശ്യം കൂടെ ശിംശോനെ ഓർക്കണമേ എന്ന് അല്ലെങ്കിൽ യഹോവയായ ദൈവത്തോട് ശിംശോൻ നിലവിളിക്കുക. എന്നെ കേൾക്കുന്ന മാതാവി പിതാവ്, എന്തിനാണ് ഈ വചനമൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമുക്ക് ബുദ്ധി ഉപദേശത്തിനാ. ഹല്ലേലൂയ. നമ്മൾ മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാ. സ്തോത്രം. ശിംശോനെ പോലെ നീ പാപത്തിൽ വീണുപോകാതിരിക്കുവാൻ, ശാപത്തിൽ വീണുപോകാതിരിക്കുവാൻ, ഫെലിസ്ത്യ ശത്രുവിന്റെ കയ്യിൽ, ഫെലിസ്ത്യ ശക്തിയുടെ കയ്യിൽ നീ വീണുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ ഭൂമി പരിപാലിക്കുന്നതെന്ന് തിരിച്ചറിയണം. ഞാൻ ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാ. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ വചനത്തിനകത്ത് വിശുദ്ധിയോടെ നിൽക്കണം. ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം. ഒരു ദലീലമാർക്കും ഒരു ജടിക ഉല്ലാസങ്ങൾ, ജടിക ശക്തികൾക്കും നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയാതെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസീദാസൻ, എന്നെ കേൾക്കുന്ന സകല ശ്രോതാക്കളോടും പറയട്ടെ, നിങ്ങൾക്ക് നിത്യതയിൽ എത്തിച്ചേരണമെങ്കിൽ ജീവിത വിശുദ്ധി ആവശ്യമാണ്. നിത്യതയിൽ സ്വർഗരാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ നിങ്ങൾ ചെല്ലണമെങ്കിൽ, സ്വർഗപ്രദേശത്ത് നിങ്ങൾ ചെല്ലണം, വിശുദ്ധമായ ജീവിതം നയിക്കണം. ഒരാശുദ്ധനോടെ പ്രവേശിക്കാൻ കഴിയില്ല. ആരെങ്കിലും പാപത്തിൽ വീണ് ഇന്ന് ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ ദൈവത്തോട് ചേർന്ന് മനസാക്ഷി നഷ്ടപ്പെട്ടവരായിട്ട് ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ, അഭിഷേകം നഷ്ടപ്പെട്ടവരെ ജീവിക്കുന്നെങ്കിൽ, ഇന്ന് പോലെ എന്നോടൊപ്പം ചേർന്ന് പറയും, കർത്താവ്, എന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, എന്റെ ജീവിതത്തിലെ അകൃത്യങ്ങൾ, അശുദ്ധിയെ നീക്കി എന്നെ ശുദ്ധീകരിച്ച് കർത്താവ് എന്റെ മേലുള്ള അഭിഷേകത്തെ പുതുക്കി അങ്ങനെ വരവിലമായി നിത്യതയ്ക്കായി എന്നെ ഒരുക്കണമേ. ഞാൻ ഈ ഭൂമിയിലായിരിക്കും അങ്ങനെ മഹാശുശ്രൂഷ ചെയ്യുവാൻ എന്നെ അഭിഷേകത്തെ നിറഞ്ഞ കുറവുകളെ, പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും ലാലവും വൃത്തരും അശരണ ആചാരും ഓർഫനേജിലും വോൾട്ടേജും ജുവൽ തടവറയിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവർ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖല, ട്രൈബൽ മേഖലയെ ഭരിക്കുന്ന ജനത്തിനായി, കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽ പെടാത്തവരും അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങളിൽ കേന്ദ്രവർഷങ്ങൾക്ക് ഭാവി 540 കോടിയുള്ള ജനം, 6 ലക്ഷത്തിലധികം പേര് ഗ്രാമങ്ങളെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. 7 ഭൂഖണ്ഡങ്ങൾ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്യൻ, ഏഷ്യ, ആഫ്രിക്ക, വെസ്റ്റ് അന്റാർട്ടിക് രാജ്യങ്ങളിലായി 200 കോടിയിലും ജനത്തിനായി പ്രാർത്ഥി. വെള്ളത്തിന്റെ സ്രോതസ്സുകളില്ലാതെ, വാഹന സൗകര്യങ്ങളില്ലാതെ, നെറ്റ്വർക്കില്ലാതെ, കരണ്ടില്ലാതെ, കർത്താവ് സ്തോത്രം, ഹോസ്പിറ്റൽ സൗകര്യമില്ലാതെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാതെ, കർത്താവ് ജീവിതത്തിൽ യാതൊരു ഉയർച്ചയില്ലാതെ, മദ്യവും മയക്കവും ലഹരിപദം അണിവുപെട്ട അനേക ഗ്രാമങ്ങളിലും ലോക രാജ്യങ്ങളുണ്ട്. ഇന്ന് ജീവിതത്തിൽ കർത്താവ് ആരെന്നറിയാൻ കഴിയാത്ത അനേക ആയിരങ്ങൾ, അവർക്കൊക്കെ ഒരു മനസ്സാന്തരം കൊടുക്കുവാൻ അവിടെ ഉള്ളിലുള്ള ഈ ദൈവത്തിന്റെ വചനം കടന്നു ചെയ്യുന്ന കർത്താവ് വിശുദ്ധരായി മാറേണ്ടനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന സകലരെയും യാത്ര ചെയ്യുന്നവർ, വാഹന നിർമ്മിതാക്കൾ, സെയിൽസ് ചെയ്യുന്നവർ, സാമാന്യ കടലോടെ വാസികളെ, തീരദേശവാസികളെ സംബന്ധിച്ച മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്നവരെ, സ്തോത്രം, സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ജോലി ചെയ്യുന്ന കനികളും കമ്പനികളും ഫാക്ടറികളൊക്കെ ജോലി ചെയ്യുന്ന വലും ചെറുതുമായ വ്യാപാരികൾ, വ്യവസായികൾ, എല്ലാ വഴിയോര കച്ചവടക്കാരെ, കർത്താവ് കൺസ്ട്രക്ഷൻ മേഖല, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, എല്ലാം വലുതും ചെറുതുമല്ല ടാക്സി, ഓട്ടോ ഡ്രൈവേഴ്സിനെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. എല്ലാ മേഖലയും ജോലി ചെയ്യുന്നവർ, സഹകരണ മേഖലയും പൊതുമേഖലയും ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, ബാങ്ക് മേഖല, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, കർത്താവ് മത, സാമൂഹിക, സാംസ്കാരിക സംഘടന രംഗത്ത്, ചരിത്രമാധ്യ, മീഡിയ
ജോലി, എന്തെങ്കിലും ആരോഗ്യ മേഖലയിലെ പണോദ്ദേശ പാർട്ടികളെ ഞങ്ങൾ എല്ലാവരെയും ദൈവരങ്ങൾ ഏൽപ്പിക്കണം. വിദേശ രാജ്യങ്ങൾ ജോലിക്കായി കടന്നുപോയ പഠിക്കാൻ കടന്നുപോയിരിക്കുന്നവർ, വിസ നഷ്ടപ്പെട്ടവർ, ജോലി നഷ്ടപ്പെട്ട നാട്ടിലേക്ക് മടങ്ങിന് കഴിയാതെ സാലറി കിട്ടാൻ ഭാരപ്പെടുന്നവർ, വിദേശ രാജ്യങ്ങളിൽ ജോലി കടന്ന് സൗര്യമാർ അടിമത്തത്തിനും പീഡയിലൂടെ കടന്നു പോകുന്നവരെ എല്ലാം ഞങ്ങളോട് വിവിധ ക്രിമിനൽ കേസുകൾ അകപ്പെട്ട് കർത്താവ് ജയിലിൽ കിടക്കുന്നവർ, വിദേശ രാജ്യം ജോലിക്കടന്നു മദ്യത്തിൽ മയക്കും പൻസ് ലഹരിവാദം ജഡികമായ ജീവിതം അകപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ടവർ, വിവിധ നിലകളിൽ കഷ്ടം സഹിക്കുന്ന ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മദ്യപാനത്തിനും വെറുപ്പും ദുർനടപ്പിലും വ്യഭിചാരത്തിനും പരസംഗത്തിനും വീണ്ടും കിടക്കുന്ന ജീവിതങ്ങളെ കർത്താവ് വിടുവിക്കണമേ. അനവധി ശുശ്രൂഷകന്മാർ, അനേക ദൈവഭക്തി വൃദ്ധന്മാർ ദലീലമാരുടെ കയ്യിൽ അകപ്പെട്ട് ജഡിക ഇല്ലാസങ്ങളും ജഡിക മോഹങ്ങളും വിധേയപ്പെട്ട് ശുശ്രൂഷ നഷ്ടപ്പെട്ട് പലരും കർത്താവ് ദൈവസഭയ്ക്കകത്തുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു മാനസാന്തര ദൈവം കൊടുക്കുന്നതിനായി ദൈവങ്ങൾ ഏൽപ്പിക്കും. കള്ള ഉപദേശങ്ങൾ, വ്യാജ ഉപദേശങ്ങൾ, ദുരുപദേശങ്ങൾ സഭയ്ക്കകത്ത് ഉടഞ്ഞു കയറി മനുഷ്യനെ വഞ്ചിക്കുന്ന സകല ദുഷ്ട ഉപദേശത്തിന് ജനങ്ങൾ വിടിവിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷന്റെ ഭാഗമായി തീരുവാൻ ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ സാഹചര്യത്തിന്മേലും ദൈവത്തിന്റെ നീതിയുള്ള കരം വെളിപ്പെടണമേ. ജുഡീഷ്യറിക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. കർത്താവ് പോലീസിന്റെ വിവിധ വകുപ്പുകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BSCRP നിയമനിർമ്മാണ രംഗത്ത് നൽകിയ ക്രമസമാധാന പാലകർ, ഞങ്ങൾ ദേശാന്വേഷണ വിഭാഗങ്ങളെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ഈ സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.